CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ ഓർമ്മയായി. 69 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ചെർപ്പുളശ്ശേരി വഴി വയനാട്ടിലേക്ക് പുതിയ KSRTC സർവീസ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 4 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ചെർപ്പുളശ്ശേരി വഴി വയനാട്ടിലെ മാനന്തവാടിയിൽ എത്തിച്ചേരും വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗത്തിന് പരിഹാരമായി ശ്രീകൃഷ്ണപുരം 33 kV സബ്സ്റ്റേഷനിൽ 5 MVA ശേഷിയുള്ള 3ാമത് ട്രാൻസ്ഫോമർ പ്രവർത്തന സജ്ജമായി. ഏകദേശം 1,03 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയത്. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച വികസനത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ പാഠങ്ങൾ പഞ്ചായത്ത് ഭരണത്തിൽ എഴുതി ചേർത്ത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പടിയിറങ്ങി. 5 വർഷത്തെ ഭരണകാലയളവിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭരണസമിതിയെ നയിച്ച സലീം മാസ്റ്റർ ഇനി തന്റെ പഴയ തട്ടകമായ അധ്യാപന രംഗത്തേക്ക് മടങ്ങുകയാണ്. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ ഓർമ്മയായി. 69 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. മലയാളിയുടെ ദൈനംദിന ജീവിതത്തിലെ വൈരുദ്ധ്യങ്ങളെയും കാപട്യങ്ങളെയും പരിഹാസത്തിന്റെ മൂർച്ചയുള്ള വാക്കുകളാൽ വെള്ളിത്തിരയിൽ വരച്ചിട്ട കലാകാരനാണ് ശ്രീനിവാസൻ. വെറുമൊരു നടൻ എന്നതിലുപരി മികച്ച തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ അദ്ദേഹം മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ മുദ്രകൾ സമാനതകളില്ലാത്തതാണ്. 48 വർഷത്തെ സിനിമാ ജീവിതം അവസാനിപ്പിച്ച് അദ്ദേഹം വിടവാങ്ങുമ്പോൾ മലയാള സിനിമയിലെ വലിയൊരു അധ്യായത്തിനാണ് അന്ത്യമാകുന്നത്. ആഡംബരങ്ങളില്ലാത്ത പച്ചയായ മനുഷ്യരുടെ കഥകളാണ് അദ്ദേഹം തിരക്കഥകളിലൂടെ പറഞ്ഞത്. തൊഴിലില്ലായ്മ, ദാരിദ്ര്യം, ഇടത്തരക്കാരുടെ പൊള്ളയായ അഹങ്കാരങ്ങൾ എന്നിവയെല്ലാം അദ്ദേഹത്തിന്റെ തൂലികയിൽ ഹാസ്യരസത്തിൽ ചാലിച്ച കൃതികളായി മാറി. 48 വർഷം നീണ്ട സിനിമാ ജീവിതത്തിൽ 200-ലേറെ ചിത്രങ്ങളിൽ ശ്രീനിവാസൻ അഭിനയിച്ചിട്ടുണ്ട്. 1977-ൽ PA ബക്കർ സംവിധാനം ചെയ്ത മണിമുഴക്കത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത്. ഓടരുതമ്മാവ ആളറിയാമാണ് അദ്ദേഹത്തിന്റെ ആദ്യ തിരക്കഥ. നർമ്മത്തിന്റെ പുതിയ ഭാവം നൽകിയ ശ്രീനിവാസൻ സ്വന്തം സിനിമകളിലൂടെ സാധാരണക്കാരന്റെ പ്രശ്നങ്ങൾ നർമ്മത്തിന്റെ സഹായത്തോടെ വെള്ളിത്തിരയിലെത്തിച്ചു. 1956 ഏപ്രിൽ 4-ന് തലശ്ശേരിക്കടുത്തുള്ള പാട്യത്ത് ജനിച്ച ശ്രീനിവാസൻ കതിരൂർ ഗവൺമെന്റ് സ്കൂളിലും പഴശ്ശിരാജ NSS കോളേജിലുമാണ് പഠനം പൂർത്തിയാക്കിയത്. പിന്നീട് മദ്രാസിൽ ഫിലിം ചേംബർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സിനിമാ അഭിനയത്തിന്റെ ഡിപ്ലോമ എടുത്തു. ശ്രീനിവാസൻ എഴുതി സംവിധാനം ചെയ്ത് അഭിനയിച്ച ചിന്താവിഷ്ടയായ ശ്യാമള, വടക്കുനോക്കി യന്ത്രം എന്നീ ചിത്രങ്ങൾ ദേശീയ, സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്ത ഞാൻ പ്രകാശനാണ് ശ്രീനിവാസൻ ഏറ്റവും ഒടുവിൽ തിരക്കഥ എഴുതിയ ചിത്രം. ശ്രീനിവാസൻ സിനിമകൾ മലയാളിക്ക് വെറുമൊരു വിനോദമല്ലായിരുന്നു, മറിച്ച് സമൂഹത്തിന്റെ നേർക്ക് പിടിച്ച കണ്ണാടിയായിരുന്നു. തമാശകളിലൂടെ ശ്രീനിവാസൻ പറഞ്ഞ വലിയ ജീവിത സത്യങ്ങൾ വരും തലമുറകൾക്കും പാഠപുസ്തകമായി തുടരും. ന്യൂസ് ഡെസ്ക് CCN. ചെർപ്പുളശ്ശേരി വഴി വയനാട്ടിലേക്ക് പുതിയ KSRTC സർവീസ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 4 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ചെർപ്പുളശ്ശേരി വഴി വയനാട്ടിലെ മാനന്തവാടിയിൽ എത്തിച്ചേരും വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട്, വയനാട് റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC സർവീസിന്റെ ഫ്ളാഗ് ഓഫ് കടമ്പഴിപ്പുറത്ത് വെച്ച് K പ്രേംകുമാർ MLA നിർവഹിച്ചു. കോങ്ങാട്, ചെർപ്പുളശ്ശേരി, അരീക്കോട്, മുക്കം ഭാഗങ്ങളിൽ നിന്ന് വയനാട് മേഖലയിലേക്ക് നേരിട്ട് ബസ് സർവീസുകൾ കുറവാണെന്ന യാത്രക്കാരുടെ ദീർഘകാലത്തെ പരാതി പരിഗണിച്ചാണ് മന്ത്രിയുടെ ഇടപെടലിൽ ബസ് സർവീസ് ആരംഭിച്ചതെന്ന് MLA പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ ഗണേഷ് കുമാറിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയതിനെ തുടർന്ന് പാലക്കാട് നിന്ന് കടമ്പഴിപ്പുറം ചെർപ്പുളശ്ശേരി വഴി മാനന്തവാടിക്ക് ഒരു TT KSRTC നമുക്ക് ഇന്നു മുതൽ സർവീസ് ആരംഭിക്കാൻ കഴിയുന്നു എന്ന സന്തോഷം ഈ നാടിനെ വളരെ അഭിമാനപൂർവ്വം അറിയിക്കുകയാണ്. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ
ബസ് സർവീസ് ആരംഭിക്കുമ്പോൾ അത് നിന്നു പോകാതെ നോക്കാൻ, അത് ലാഭകരമല്ലെങ്കിലും നഷ്ടത്തിലാകാതെ യാത്രക്കാർ ധാരാളമുള്ള നിലയിൽ ഈ സർവീസ് എന്നൊന്നും നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമവും നാടിന്റെ എല്ലാ മേഖലയിലുമുള്ളവരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകണം എന്ന് കൂടി ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. താമരശ്ശേരി ചുരം വഴി പോകുന്ന ഈ സർവീസ് വിനോദസഞ്ചാരികൾക്കും വിദ്യാർത്ഥികൾക്കും ജീവനക്കാർക്കും ഏറെ ഉപകാരപ്രദമാകും. പാലക്കാട് നിന്നും രാവിലെ 8:10 പുറപ്പെടുന്ന ബസ് 8:45 കോങ്ങാട്, 9:30 ചെർപ്പുളശ്ശേരി, 10:10 പെരിന്തൽമണ്ണ, 11 മഞ്ചേരി, 11:30 അരീക്കോട്, 11:50 മുക്കം, 12:20 താമരശ്ശേരി, 1:50 കൽപ്പറ്റ എന്നിവിടങ്ങളിലൂടെ കടന്ന് ഉച്ചയ്ക്ക് 2:55 മാനന്തവാടിയിലെത്തും. തിരികെ വൈകുന്നേരം 4:30 മാനന്തവാടിയിൽ നിന്ന് പുറപ്പെട്ട് കൽപ്പറ്റ, താമരശ്ശേരി, അരീക്കോട്, മഞ്ചേരി, പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് വഴി രാത്രി 10:55 പാലക്കാടെത്തും. തിരികെ വരുമ്പോൾ ചെർപ്പുളശ്ശേരിയിൽ വരാതെ പെരിന്തൽമണ്ണ, മണ്ണാർക്കാട് വഴിയിലാണ് പാലക്കാടേക്ക് പോകുക. പുതിയ സർവീസ് ആയതിനാൽ വരും ദിവസങ്ങളിൽ തിരക്കും സാഹചര്യവും പരിഗണിച്ച് സമയക്രമത്തിൽ നേരിയ മാറ്റങ്ങൾ വന്നേക്കാമെന്ന് അധികൃതർ അറിയിച്ചു. ഫ്ലാഗ് ഓഫ് ചടങ്ങിൽ DTO ജോഷി ജോൺ, ജനറൽ കൺട്രോളിംഗ് ഇൻസ്പെക്ടർ സഞ്ജീവ് കുമാർ, KSRTA സംസ്ഥാന സെക്രട്ടറി PS മഹേഷ്, യൂണിറ്റ് സെക്രട്ടറി പ്രതീഷ് എന്നിവർ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. വികസനത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ പാഠങ്ങൾ പഞ്ചായത്ത് ഭരണത്തിൽ എഴുതി ചേർത്ത് തച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പടിയിറങ്ങി. 5 വർഷത്തെ ഭരണകാലയളവിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭരണസമിതിയെ നയിച്ച സലീം മാസ്റ്റർ ഇനി തന്റെ പഴയ തട്ടകമായ അധ്യാപന രംഗത്തേക്ക് മടങ്ങുകയാണ്. 11ാം വാർഡ് ചാമപ്പറമ്പിൽ നിന്നും UDF സ്ഥാനാർത്ഥിയായി കന്നിയംഗത്തിൽ വിജയിച്ചാണ് സലീം പഞ്ചായത്ത് പ്രസിഡന്റ് പദവിയിലെത്തിയത്. അപ്രതീക്ഷിതമായി ലഭിച്ച ഈ ഉത്തരവാദിത്വം മികവോടെ പൂർത്തിയാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. 15 മെമ്പർമാർ അടങ്ങുന്ന ഭരണസമിതിയെ രാഷ്ട്രീയ ഭേദമന്യേ ഒറ്റക്കെട്ടായി കൊണ്ടുപോകാൻ കഴിഞ്ഞതാണ് സലീം മാസ്റ്ററുടെ ഏറ്റവും വലിയ വിജയം. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വലിയ സമരങ്ങൾക്കോ പ്രതിഷേധങ്ങൾക്കോ അവസരമുണ്ടാക്കാത്ത വിധം സൗമ്യവും സുതാര്യവുമായിരുന്നു ഭരണശൈലി. ഭിന്നശേഷിക്കാരനായ സലീം മാസ്റ്റർ ഭിന്നശേഷി സൗഹൃദ പഞ്ചായത്ത് പദ്ധതിക്ക് രൂപം നൽകുകയും ഓരോ വാർഡിലുമുള്ള ഭിന്നശേഷിക്കാർക്ക് തണലാകുകയും ചെയ്തു. മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് ഡോക്ടർമാരുടെ നിർദ്ദേശപ്രകാരം ഓരോരുത്തർക്കും ആവശ്യമായ അത്യാധുനിക ഉപകരണങ്ങൾ ലഭ്യമാക്കാൻ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിക്ക് സാധിച്ചു. പഞ്ചായത്തിൽ ഒരു ബഡ് സ്കൂൾ തുടങ്ങണമെന്ന ആഗ്രഹം ക്ലാസുകൾ ആരംഭിക്കാൻ കഴിയാത്തതിനാൽ ബാക്കിയായെങ്കിലും അതിനുള്ള തുക വാർഷിക പദ്ധതിയിൽ വകയിരുത്തിയിട്ടുണ്ട്. ഏറെ പ്രധാനപ്പെട്ട ഒട്ടേറെ പ്രശ്നങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ പരിഹാരം കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുന്നു. സ്തംഭനാവസ്ഥയിലായിരുന്ന തച്ചനാട്ടുകര, അലനല്ലൂർ, കോട്ടോപ്പാടം ഗ്രാമപഞ്ചായത്തുകളിലെ മേജർ കുടിവെള്ള പദ്ധതിയുടെ സ്ഥലം ഏറ്റെടുപ്പ് 65 സെന്റ് സ്ഥലം ഏറ്റെടുക്കാനും ടാങ്ക് നിർമ്മാണ പ്രവർത്തികൾ പൂർത്തീകരിക്കാനും ഈ ഒരു കാലയളവിൽ നമുക്ക് സാധ്യമായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അടിസ്ഥാന സൗകര്യ വികസന പ്രവർത്തനങ്ങൾക്ക് ഏറെ മുന്നോട്ട് പോകാനും തീർച്ചയായിട്ടും സാധ്യമായി. അംഗൻവാടികൾ 26 അംഗൻവാടികൾക്ക് സ്വന്തമായ കെട്ടിടമില്ലാത്ത അംഗൻവാടികളുണ്ടായിരുന്നു. ആ അംഗൻവാടികൾക്ക് ഈ ടേമിൽ 6 പുതിയ അംഗൻവാടികൾ, അതും തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നിർമ്മാണം പൂർത്തീകരിക്കാനും അതോടൊപ്പം മറ്റ് എല്ലാ ജനവിഭാഗങ്ങളെയും, പ്രത്യേകിച്ച് ഭിന്നശേഷി ജനവിഭാഗങ്ങൾക്ക് സമ്പൂർണ്ണമായി അവർക്ക് ആവശ്യമായിട്ടുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അഥവാ സഹായ ഉപകരണങ്ങൾ നൽകാൻ ഈ 5 വർഷക്കാലം കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ഏറെ സന്തോഷം നൽകുകയാണ്. കാരണം ഗ്രാമപഞ്ചായത്തിലെ അർഹരായ മുഴുവൻ ഭിന്നശേഷിക്കാരെയും 4 മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ച് അവിടെ ഡോക്ടർമാർ നിർദ്ദേശിച്ച മുഴുവൻ സഹായോപകരണങ്ങളും ഈ ടേമിനകത്ത് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത്, ഒപ്പം അവരുടെ മാനസികോല്ലാസത്തിന് വേണ്ടി പാലിയേറ്റീവ് രോഗികൾ, ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ തുടങ്ങി എല്ലാ മേഖലയിലുമുള്ള ആളുകളെയും ചേർത്ത് പിടിക്കാനും അവർക്ക് സന്തോഷം നൽകാനും കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടേമിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനം എന്തെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരം എന്ന് പറയുന്നത്. വാർഡ് വിഭജനത്തിലൂടെ അധികമായി ലഭിച്ച 2 വാർഡുകൾ കൂടി UDFന് അനുകൂലമാക്കി മാറ്റിയ ആത്മവിശ്വാസത്തോടെയാണ് KPM സലീം പടിയിറങ്ങുന്നത്. തന്റെ ആദ്യകാല കർമ്മരംഗമായ മണ്ണാർക്കാട് നെല്ലിപ്പുഴ ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് അധ്യാപകനായി അടുത്ത ദിവസം അദ്ദേഹം മടങ്ങും. അധ്യാപനത്തോടൊപ്പം തന്നെ ജനങ്ങൾക്കിടയിൽ സജീവമായി പൊതുപ്രവർത്തനവും തുടരുമെന്ന് സലീം മാസ്റ്റർ പറഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ 7ാം ക്ലാസ് മുതൽ
പൊതുപ്രവർത്തനം ആരംഭിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പിന്നീട് യുവജന രാഷ്ട്രീയത്തിൽ ജില്ലാ ഭാരവാഹിയായി മുസ്ലിം യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന പ്രവർത്തക സമിതി അംഗമായി മുസ്ലിം ലീഗിൻ്റെ പഞ്ചായത്ത് ഭാരവാഹിയായി തുടർന്നും തീർച്ചയായിട്ടും നമ്മുടെ ജനപ്രതിനിധി എന്നതിനേക്കാൾ അപ്പുറത്ത് ജനങ്ങളുടെ കൂടെ തന്നെ നിന്നുകൊണ്ട് തീർച്ചയായിട്ടും തച്ചനാട്ടുകരയുടെ പൊതുവായിട്ട് ഉള്ള ജനകീയ പ്രശ്നങ്ങളിൽ അതുപോലെ തന്നെ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ തുറന്നും ഉണ്ടാകും, സജീവമായിട്ട് തന്നെ ഉണ്ടാകും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. CCN ചത്തല്ലൂർ. വർദ്ധിച്ചു വരുന്ന വൈദ്യുതി ഉപയോഗത്തിന് പരിഹാരമായി ശ്രീകൃഷ്ണപുരം 33 kV സബ്സ്റ്റേഷനിൽ 5 MVA ശേഷിയുള്ള മൂന്നാമത് ട്രാൻസ്ഫോമർ പ്രവർത്തന സജ്ജമായി. ഏകദേശം 1,03 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയത്. ഷൊർണൂർ ട്രാൻസ്മിഷൻ ഡിവിഷന് കീഴിലുള്ള ഈ സബ്സ്റ്റേഷനിൽ നിലവിലെ വേനൽക്കാല ആവശ്യങ്ങളും ഭാവിയിലെ വർധനവും മുൻകൂട്ടി കണ്ടാണ് പുതിയ ട്രാൻസ്ഫോമർ സ്ഥാപിച്ചത്. പുതിയ ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തനോദ്ഘാടനം പാലക്കാട് ട്രാൻസ്മിഷൻ സർക്കിൾ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ രാജശ്രീ AR നിർവഹിച്ചു. ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, വെള്ളിനേഴി പഞ്ചായത്തുകളിലെ ഉപഭോക്താക്കൾക്കും പൂക്കോട്ടുകാവ്, കടമ്പഴിപ്പുറം, തച്ചനാട്ടുകര, കുമരമ്പത്തൂർ പഞ്ചായത്തുകളിലെ ഭാഗിക പ്രദേശങ്ങളിലുള്ളവർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. 2006 കമ്മീഷൻ ചെയ്ത ഈ സബ്സ്റ്റേഷനിൽ നിലവിൽ 2 ട്രാൻസ്ഫോമറുകളാണ് ഉണ്ടായിരുന്നത്. സബ്സ്റ്റേഷനിലേക്ക് നിലവിലുള്ള പറളി 33 kV ഫീഡറിന് പുറമെ ചെർപ്പുളശ്ശേരി 110 kV സബ്സ്റ്റേഷനിൽ നിന്നുള്ള പുതിയ 33 kV ഫീഡർ 2024 മെയ് മാസത്തിൽ ചാർജ് ചെയ്തിരുന്നു. ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അനുമതി കൂടി ലഭിക്കുന്നതോടെ ട്രാൻസ്ഫോമർ പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുമെന്ന് അസിസ്റ്റന്റ് എഞ്ചിനീയർ NV ശ്രീനാഥ് അറിയിച്ചു. ഉയർന്നു വരുന്ന ഗുണഭോക്താക്കളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ചും ഉയർന്നു വരുന്ന വേനൽക്കാലത്തെ ലോഡിനെ കോമ്പൻസേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് നമുക്ക് പുതുതായിട്ടൊരു 5 MVA ട്രാൻസ്ഫോമർ അതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ശ്രീകൃഷ്ണപുരം, കരിമ്പുഴ, വെള്ളിനേഴി എന്നീ പഞ്ചായത്തുകളിലെ കംപ്ലീറ്റ് ഉപഭോക്താക്കൾക്കും കൂടാതെ ഭാഗികമായിട്ട് കടമ്പഴിപ്പുറം, പൂക്കോട്ടുകാവ്, കുമരമ്പത്തൂര്, തച്ചനാട്ടുകര എന്നീ പഞ്ചായത്തുകളിലെ ഏകദേശം കുറച്ച് ഗുണഭോക്താക്കൾക്കും ഈ ഒരു 5 MVA പുതിയ ട്രാൻസ്ഫോമർ വെച്ചതുകൊണ്ട് ഇതിൻ്റേതായിട്ടുള്ള പ്രയോജനം ലഭിക്കുന്നതാണ്. ഇത് ഏകദേശം എത്ര രൂപയുടെ ചെലവാണ് KCBക്ക് വന്നിട്ടുള്ളത്? 1,03,00,000 രൂപ വകയിരുത്തിയിട്ടാണ് നമ്മൾ ഈ പ്രവൃത്തികൾ ചെയ്തിട്ടുള്ളത്. ചടങ്ങിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ T രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ K സോമൻ, സബ് എഞ്ചിനീയർ TS സത്യകുമാർ തുടങ്ങിയവരും സബ്സ്റ്റേഷൻ ജീവനക്കാരും പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം. തൊഴിലുറപ്പ് നിയമത്തിൽ ഭേദഗതി വരുത്തി പദ്ധതിയെ തകർക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ CPIM ശ്രീകൃഷ്ണപുരത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. CPIM ഏരിയ സെക്രട്ടറി K ജയദേവൻ ഉദ്ഘാടനം ചെയ്തു. സ്വാഭാവികമായും നാട്ടിലെ ജനങ്ങൾ സംശയിക്കുന്നത് ഈ പുതിയ പദ്ധതിയിലെ റാം നാഥുറാമാണ് എന്നാണ്. വളരെ പ്രതീകാത്മകമായിട്ടുള്ളൊരു മാറ്റമാണ്. ഗാന്ധിജിയെ മാറ്റുന്നു, ഗാന്ധിജിയുടെ ഘാതകനായിട്ടുള്ള നാഥുറാമിന്റെ പേര് ആ സ്ഥാനത്തേക്ക് പ്രതിഷ്ഠിക്കുന്നു എന്നുള്ളൊരു കാര്യം. പക്ഷേ ഇടതുപക്ഷം ഈ കാര്യത്തിൽ ഒരു എതിർപ്പ് ഉന്നയിക്കുന്നത് കേവലം പേരുമാറ്റവുമായി മാത്രം ബന്ധപ്പെട്ട ഒരു കാര്യത്തിലല്ല. ഏരിയ കമ്മിറ്റി അംഗം B രാജേഷ് അധ്യക്ഷനായ ചടങ്ങിൽ ലോക്കൽ സെക്രട്ടറി MK ദേവി സ്വാഗതം പറഞ്ഞു. നേതാക്കളായ T വാസുദേവൻ, C ശരത്, M കൃഷ്ണകുമാർ, VC ഉണ്ണികൃഷ്ണൻ, PD ദേവരാജൻ, C സുജിത് എന്നിവർ പ്രസംഗിച്ചു. പ്രദേശത്തെ നിരവധി പാർട്ടി പ്രവർത്തകരും തൊഴിലുറപ്പ് തൊഴിലാളികളും പ്രതിഷേധ പ്രകടനത്തിൽ അണിനിരന്നു. CCN കടമ്പഴിപ്പുറം. സ്വർണ്ണ വിപണന രംഗത്ത് വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള സഫ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. സ്വർണ്ണാഭരണ വിപണിയിലെ വിശ്വസ്തതയും വിപുലമായ കളക്ഷനുകളുമാണ് സഫ പെരിന്തൽമണ്ണയിലെ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്.
75 വർഷത്തെ സംശുദ്ധ സ്വർണ്ണ പാരമ്പര്യവും അഭിമാനകരമായ ചരിത്രവുമുള്ള സഫ ഗ്രൂപ്പിന്റെ ഏറ്റവും വിശാലമായ ഷോറൂം പെരിന്തൽമണ്ണയിൽ പ്രവർത്തനം ആരംഭിച്ചു. ഇന്ത്യ, UAE, സൗദി അറേബ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ സാന്നിധ്യമുള്ള സഫ ഗ്രൂപ്പ് 2030ഓടെ 4000 കോടി രൂപയുടെ വിപുലീകരണ പദ്ധതിയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കാലയളവിൽ ആഗോളതലത്തിൽ 100 റീറ്റെയിൽ ഷോറൂമുകളും 250 ക്ലാരസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോറുകളും ആരംഭിക്കും. ഈ ശ്രേണിയിലെ ആദ്യ ഷോറൂമാണ് പെരിന്തൽമണ്ണ ബൈപ്പാസ് റോഡിൽ ബിസ്മി ഹൈപ്പർ മാർട്ടിന് സമീപം പ്രമുഖരുടെ സാന്നിധ്യത്തിൽ സഫ ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ KTMA സലാം ഉദ്ഘാടനം ചെയ്തത്. നല്ല വൈവിധ്യങ്ങൾ പെരിന്തൽമണ്ണയ്ക്ക് സമ്മാനിച്ചുകൊണ്ട് സഫ ഗോൾഡ് ഡയമണ്ട്സിന്റെ 17th ഔട്ട്ലെറ്റിനെ പെരിന്തൽമണ്ണക്കാർക്ക് വേണ്ടി സമ്മാനിക്കുന്ന ഏറെ ധന്യമായിട്ടുള്ള നിമിഷം. Please put your hands together and congratulations to the entire team. Safa Gold Diamonds ഇപ്പോൾ പെരിന്തൽമണ്ണയ്ക്ക് സ്വന്തമായിരിക്കുകയാണ് ഇതിന്റെ 17th. MLA-മാരായ മഞ്ഞളാംകുഴി അലി, നജീബ് കാന്തപുരം, അബ്ദുൽ ഹമീദ് എന്നിവർ മുഖ്യാതിഥികളായി പങ്കെടുത്തു. BNI എക്സിക്യൂട്ടീവ് ഡയറക്ടർ ദീപേഷ്, FSC മെമ്പർ V രമേശൻ, JRD അവനൂർ, അഡ്വക്കേറ്റ് ഇന്ദിര സി നായർ, ഡോക്ടർ ഫെബിന സീതി, സിത്താര നർഗീസ്, സൈമ എദ്വി, ബേബി നഹ നദീം, അക്രം ചുണ്ടയിൽ, ഫർഹാന ഫാസിൽ, ഫരീന സയ്യിദ് തുടങ്ങിയവർ വിവിധ കൗണ്ടറുകളുടെ ലോഞ്ചിംഗ് നിർവഹിച്ചു. സഫയുടെ സ്വന്തം പണിശാലയിൽ വിദഗ്ധരായ ഡിസൈനർമാർ തയ്യാറാക്കിയ ഏറ്റവും മനോഹരവും വ്യത്യസ്തവുമായ ആഭരണ ഡിസൈനുകളാണ് ഷോറൂമിൽ ഒരുക്കിയിട്ടുള്ളത്. ഉപഭോക്താക്കളുടെ അഭിരുചിക്കനുസരിച്ച് ആഭരണങ്ങൾ ഡിസൈൻ ചെയ്ത് നിർമ്മിക്കുന്നതിനുള്ള പ്രത്യേക സൗകര്യവും ഇവിടെ ലഭ്യമാണ്. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് 3 ദമ്പതികൾക്ക് ഇന്റർനാഷണൽ ഹണിമൂൺ ട്രിപ്പ് ഉൾപ്പെടെ നിരവധി ഓഫറുകളും ഉറപ്പായ സമ്മാനങ്ങളും ഒരുക്കിയിട്ടുണ്ടെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. സഫ ഗോൾഡൻ ഡയമണ്ട്സിന്റെ 19ാമത്തെ സ്റ്റോറാണ് ഇവിടെ ഇന്ന് പെരിന്തൽമണ്ണയിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ സഫ ഗ്രൂപ്പ് ജമൻ ജ്വല്ലറി മേഖലയിൽ ഒരു 360 ഡിഗ്രിയിൽ പ്രവർത്തിച്ചു വരുന്ന സ്ഥാപനമാണ്. ഏതാണ്ട് 3.5 പതിറ്റാണ്ടായിട്ട് 1990ലാണ് സഫ ഗ്രൂപ്പിൻ്റെ തുടക്കം. ഈ 3.5 പതിറ്റാണ്ടിനിടയിൽ ജമൻ ജ്വല്ലറി മേഖലയിലെ ഏതാണ്ട് എല്ലാ സെക്ടറിലും സഫ ഗ്രൂപ്പ് അതിൻ്റെ തമ്പ് പതിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ റീറ്റെയിൽ മേഖലയിൽ സഫ ഗ്രൂപ്പ് ഇതിനകം 18 സ്റ്റോറുകൾ നാട്ടിലും വിദേശത്തൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു വരുന്നത് എനിക്കറിയാം. സഫ ഗ്രൂപ്പ് ഡയറക്ടർമാരായ KT മുസ്തഫ, KT ഹംസ, KT ഉസ്മാൻ, KT അബ്ദുൽ കരീം, KT അബ്ദുൽ നാസർ, KT മുഹമ്മദ് ഹനീഫ, സഫ ഗ്രൂപ്പ് CEO മുഹമ്മദ് ഇജാസ്, ജനറൽ മാനേജർ KT അബ്ദുൽ മജീദ്, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ജംസ് ആൻഡ് ജ്വല്ലറി CEO അജം സഹീർ, ഗ്രൂപ്പ് റീറ്റെയിൽ ഹെഡ് CK അഖിൽ, HR മാനേജർ ഫ്രാൻസിസ് മാത്യു, ഫിനാൻസ് മാനേജർ ഷിഹാബുദ്ദീൻ, അഡ്മിൻ മാനേജർ മുഹമ്മദ് ബഷീർ, ഡിജിറ്റൽ ഹെഡ് സൈഫുൽ ഇസ്ലാം, അസിസ്റ്റന്റ് PR മാനേജർ VP യാസർ, ഷോറൂം മാനേജർമാരായ അബു യൂസഫ്, ഫൈസൽ ബാബു എന്നിവരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. എന്താ പറയാന്നറിയില്ല, അത്രയും നല്ല വിപുലമായ എല്ലാ സംഭവങ്ങളുള്ള ഒരു അതിവിപുലമായ ഒരു ഷോറൂം, അത്ര തന്നെ പറയാൻ പറ്റുള്ളൂ. കണ്ടത് ഞാനിപ്പോ വന്നിട്ടേ ഉള്ളൂ, എന്നാലും കണ്ടത് തന്നെ നമുക്ക് ഏതാ സ്വർണ്ണല്ലേ, പെണ്ണുങ്ങള് സ്വർണം കണ്ടാ പിന്നെ പണ്ടത്തെ ചൊല്ലുണ്ട്, സ്വർണവും പെണ്ണും എന്ന് പറഞ്ഞാല്. അപ്പൊ അതേപോലെ തന്നെയാണ് പെണ്ണുങ്ങൾക്ക് ഇത് കണ്ടാല് വലിയൊരു കൗതുകം തന്നെയാണ്. ഏത് കണ്ടാലും ഏതും നല്ലതായി തോന്നും. അതായത് നല്ല സന്തോഷമായി ഇവിടെ എത്തിയപ്പോ. എല്ലാ പുതിയ സെലക്ഷനുകളും ഉള്ള ഒരു കട തന്നെയാണ്. ജ്വല്ലറി അടിപൊളിയാണ്. നമുക്ക് കുറെ വർഷങ്ങളായിട്ട് തന്നെ അറിയാം സഫ. പിന്നെ നമ്മളെ നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ അങ്ങനെ എന്താ പറയാ, പിന്നെ ദിവ്യ, ധന്യ, അവരൊക്കെ നല്ല സപ്പോർട്ടീവ് സ്റ്റാഫുകളാണ് നമുക്ക് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത്. എന്തായാലും വന്നതിൽ നല്ല കളക്ഷൻസ് ഉണ്ട്, എല്ലാവരും വരിക. താങ്ക് യു. CCN പെരിന്തൽമണ്ണ. വടക്കൻ വെളിനേഴി കാട്ടിൽ അയ്യപ്പസ്വാമി ക്ഷേത്രോത്സവം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ നടക്കുന്നു.
ക്ഷേത്രാചാരങ്ങൾക്കും പാരമ്പര്യ കലകൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള വൈവിധ്യമാർന്ന പരിപാടികളാണ് ഉത്സവത്തോടനുബന്ധിച്ച് ഒരുക്കിയിരിക്കുന്നത്. ഉത്സവ ദിനങ്ങളിൽ രാവിലെ ഗണപതി ഹോമം, വിശേഷാൽ പൂജകൾ, സമ്പൂർണ്ണ നാരായണീയ പാരായണം എന്നിവ നടന്നു. വെള്ളിയാഴ്ച വിശേഷാൽ പൂജകൾക്ക് ശേഷം വൈകുന്നേരം അരങ്ങേറിയ ദേവി ചണ്ഡിക ഡിജിറ്റൽ ബാലെ ഭക്തർക്ക് പുത്തൻ ദൃശ്യാനുഭവമായി. ശനിയാഴ്ച ഉദയാസ്തമന പൂജയും മറ്റു വിശേഷാൽ ചടങ്ങുകളും നടന്നു. ഉച്ചയ്ക്ക് നടന്ന അന്നദാനത്തിലും വൈകുന്നേരത്തെ പ്രസാദൂട്ടിലും തട്ടകത്തിനകത്തും പുറത്തുനിന്നുമായി നിരവധി ഭക്തർ പങ്കെടുത്തു. ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി സുമിത് പുരി ഗോസ്വാമി നേതൃത്വം നൽകി. താന്ത്രിക ചടങ്ങുകൾക്ക് കുമാരസ്വാമി ഭട്ടതിരിപ്പാട് കാർമ്മികത്വം വഹിച്ചു. ആഘോഷങ്ങളുടെ ഭാഗമായി വീരനാട്യം, കൈകൊട്ടിക്കളി, വിവിധ നൃത്തനൃത്യങ്ങൾ, നാടൻപാട്ട് എന്നിവയും അരങ്ങേറി. എല്ലാ ദിവസവും വൈകുന്നേരം നിറമാലയും ചുറ്റുവിളക്കും ക്ഷേത്രമുറ്റത്തെ ഭക്തി സാന്ദ്രമാക്കി. CCN ചത്തല്ലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച തിരക്കഥാകൃത്തും നടനും സംവിധായകനുമായ ശ്രീനിവാസൻ ഓർമ്മയായി. 69 വയസ്സായിരുന്നു. തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിൽ വെച്ചാണ് അന്ത്യം. ഏറെ നാളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു. ചെർപ്പുളശ്ശേരി വഴി വയനാട്ടിലേക്ക് പുതിയ KSRTC സർവീസ്. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ 4 ജില്ലകളെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. പാലക്കാട് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ട് ചെർപ്പുളശ്ശേരി വഴി വയനാട്ടിലെ മാനന്തവാടിയിൽ എത്തിച്ചേരും വിധമാണ് സർവീസ് ക്രമീകരിച്ചിരിക്കുന്നത്. വർദ്ധിച്ചുവരുന്ന വൈദ്യുതി ഉപയോഗത്തിന് പരിഹാരമായി ശ്രീകൃഷ്ണപുരം 33 kV സബ്സ്റ്റേഷനിൽ 5 MVA ശേഷിയുള്ള 3ാമത് ട്രാൻസ്ഫോമർ പ്രവർത്തന സജ്ജമായി. ഏകദേശം 1,03 ലക്ഷം രൂപ ചിലവഴിച്ചാണ് നിർമ്മാണ പ്രവർത്തനങ്ങളും അനുബന്ധ അറ്റകുറ്റപ്പണികളും പൂർത്തിയാക്കിയത്. സാധാരണക്കാരുടെ ജീവിതങ്ങളെ അസാധാരണ മിഴിവോടെ അവതരിപ്പിച്ച വികസനത്തിന്റെയും കാരുണ്യത്തിന്റെയും പുതിയ പാഠങ്ങൾ പഞ്ചായത്ത് ഭരണത്തിൽ എഴുതി ചേർത്ത് കച്ചനാട്ടുകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KPM സലീം പടിയിറങ്ങി. 5 വർഷത്തെ ഭരണകാലയളവിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഭരണസമിതിയെ നയിച്ച സലീം മാസ്റ്റർ ഇനി തന്റെ പഴയ തട്ടകമായ അധ്യാപന രംഗത്തേക്ക് മടങ്ങുകയാണ്. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.